അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ നേതാക്കന്മാരെ, കാരണവന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വളരെ സുപ്രധാനമായ ഒരു സമ്മേളനത്തിലാണ് നമ്മൾ സംബന്ധിക്കുന്നത്. ഈ സമ്മേളനത്തിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പത്രങ്ങൾ വായിക്കുന്ന, മാധ്യമങ്ങൾ നിത്യേന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കേട്ടുപരിചയിച്ച ഒരു വാക്കുണ്ട്. ഫേക്ക് എൻകൗണ്ടേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വ്യാജ ഏറ്റുമുട്ടലുകൾ. എത്രയോ സംഭവങ്ങൾ പലപ്പോഴായി പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടിട്ടുള്ള ഒന്നാണ് ഫേക്ക് എൻകൗണ്ടേഴ്സ് അഥവാ വ്യാജ ഏറ്റുമുട്ടലുകൾ. എന്താണ് വ്യാജ ഏറ്റുമുട്ടലുകൾ എന്ന് നമ്മൾക്കറിയാം. നിരപരാധികളായ ചെറുപ്പക്കാരെ, പ്രത്യേകിച്ചും നിരപരാധികളായ മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും മുദ്രകുത്തി അവരുമായി ഒരു ഏറ്റുമുട്ടൽ നടന്നുവെന്ന് വ്യാജമായി വരുത്തി തീർത്ത് നിഷ്കരുണമായി അവരെ വകവരുത്തുന്ന കാടൻ സമ്പ്രദായമാണ് ഫേക്ക് എൻകൗണ്ടർ അഥവാ വ്യാജ ഏറ്റുമുട്ടൽ. സ്വതന്ത്ര ഭാരതത്തിൽ തന്നെ രാജ്യത്തെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തരം വ്യാജ ഏറ്റുമുട്ടലുകളുടെ കഥകൾ നമ്മൾ പലവരും കേട്ടിട്ടുണ്ട്. ഇത്തരം വ്യാജ ഏറ്റുമുട്ടലുകൾക്ക് പിന്നിലുള്ള യഥാർത്ഥ പ്രേരകം എന്താണ് എന്ന് പിന്നീട് പുറത്തു വരാറുണ്ട്. പലപ്പോഴും ഒരു സംസ്ഥാനത്തൊരു തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സന്ദർഭത്തിൽ ഒന്നുകിൽ അവിടെ നിലവിലിരിക്കുന്ന ഒരു വിവാദ വിഷയത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി, അതല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ഇഷ്ടപ്പെടുന്നവർ, തങ്ങൾ അനുകൂലിക്കുന്ന ആളുകൾക്ക് അനുകൂലമായി ഒരു തരംഗം സൃഷ്ടിക്കപ്പെടാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഹീനമായ ശ്രമമാണ് ഇത്തരം വ്യാജ ഏറ്റുമുട്ടലുകൾ. ഞാനിത് ആമുഖമായി ഇവിടെ സൂചിപ്പിക്കാൻ കാരണം, ഒന്ന് രണ്ട് പ്രസംഗങ്ങൾ എന്റെ മുന്നേ ഇവിടെ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും ഇത്തരം വ്യാജ ഏറ്റുമുട്ടലുകളുടെ വാർത്തകളാണ്. അഥവാ മുജാഹിദ് പ്രവർത്തകർക്ക്, വിശിഷ്യ മുജാഹിദ് മുവഹിദുകളായ ചെറുപ്പക്കാർക്ക് അവർക്ക് ആദർശത്തിൽ പിഴവ് പറ്റിയെന്നും അവർ ശിർക്കൻവാദികളായി മാറിയെന്നും അവർ ജിന്നുവാദികളായി മാറിയെന്നും വ്യാജമായി ആരോപിച്ചുകൊണ്ട് അവരെ നിഷ്കുരണം, വെടിവെച്ചു കൊല്ലുവാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ അല്പകാലമായി മുജാഹിദ് പ്രസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അവർക്കില്ലാത്ത വാദങ്ങൾ അവർക്കുണ്ട് എന്ന് വ്യാജമായി സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ട്, ഇല്ലാത്ത വാദങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് രാജ്യത്ത് നടന്ന വ്യാജ ഏറ്റുമുട്ടലുകൾ, അതിന് പിന്നിലെ യഥാർത്ഥമായ വസ്തുതകൾ പുറത്തു വന്നതുപോലെ പലപ്പോഴായി നമ്മൾ കേട്ട ഭീകരാക്രമണങ്ങൾക്ക് പുറകിലെ സത്യാവസ്ഥ പുറത്തു വന്നതുപോലെ
മാലേഗാവിലെയും മക്ക മസ്ജിദിലെയും സംചോത്ത എക്സ്പ്രസിന് പിന്നിലെയും ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ യഥാർത്ഥത്തിൽ നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളെന്ന് സംശയിക്കപ്പെട്ട ആളുകളായിരുന്നില്ലെന്ന സത്യം പുറത്തു വന്ന പോലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇന്ന് നടക്കുന്ന ഈ വ്യാജ ഏറ്റുമുട്ടലുകളുടെയും വ്യാജ പ്രചാരണങ്ങളുടെയും വസ്തുതകൾ അധികം വൈകാതെ പുറത്തുവരിക തന്നെ ചെയ്യും. അതിന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലും ഇത്തരം വ്യാജ വാർത്തകൾ ചമച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടേതായ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. വ്യാജ ഏറ്റുമുട്ടലുകളും ഭീകരാക്രമണ പദ്ധതികളും ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പലപ്പോഴും രാജ്യത്ത് സംഭവിക്കാറുള്ളത് എന്നതുപോലെ തന്നെ യഥാർത്ഥം പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിലും ഇത്തരം വ്യാജ ഏറ്റുമുട്ടലുകൾ സൃഷ്ടിക്കപ്പെട്ടത്, പ്രചരിപ്പിക്കപ്പെട്ടത് ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട ആയി തന്നെയായിരുന്നു എന്നതാണ് വാസ്തവം. 2011 KNM-ൽ നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ സംഘടനാ സംവിധാനങ്ങൾ പിടിച്ചെടുക്കുക എന്ന ഗൂഢ ഉദ്ദേശത്തിന്റെ ഭാഗമായാണ് യഥാർത്ഥത്തിൽ ഇന്ന് സമുദായത്തിൽ ഫിത്ന വിതച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ദുരാരോപണങ്ങൾ കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായി പുറത്തുവിട്ടത് എന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് സ്ഥാപിക്കുവാൻ കഴിയുന്ന സത്യങ്ങളാണ്. ഞാനിത് വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ് നിങ്ങളോട് ഇവിടെ വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ 2007 ഇസ്ലാഹ് മാസികയിൽ വന്ന ഒരു ലേഖനത്തിലെ പരാമർശത്തെ സംബന്ധിച്ചാണ് ഇത്തരം വിവാദങ്ങൾക്ക് മുഴുവൻ തിരികൊളുത്തിയ ആളുകൾ വ്യാപകമായി ദുഷ്പ്രചാരണങ്ങൾ അടിച്ചുവിട്ടത് എന്ന് നമ്മൾക്കറിയാം. പക്ഷേ 2007 വന്ന ഒരു ലേഖനത്തിലെ പരാമർശത്തെ സംബന്ധിച്ച് ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കുവാൻ എന്തുകൊണ്ട് 5 വർഷക്കാലം ഇവർ കാത്തിരുന്നു എന്ന ചോദ്യത്തിന് ഇനിയും തൃപ്തികരമായ മറുപടി ലഭിച്ചിട്ടില്ല. എന്നാൽ അറിയുക, 2007 ഇസ്ലാഹ് മാസികയിൽ വന്ന ലേഖനത്തെ സംബന്ധിച്ച് ഏതാണ്ട് 2012 വരേക്കും അതിനെ ശക്തയുക്തം ന്യായീകരിച്ചു നടന്ന ആളുകൾ തന്നെ 2012ഓടുകൂടി മലക്കം മറിച്ചിൽ നടത്തുകയും അതിനെ തള്ളിപ്പറയുകയും ചെയ്തതിനു പിന്നിൽ മറ്റൊന്നുമായിരുന്നില്ല, 2012ഓടുകൂടി അവസാനിച്ച KNM-ന്റെ അക്കാലത്തെ സംഘടനാ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഞാനിത് പറയുന്നത് 2011 ജൂൺ 5-ാം തീയതി ISM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് ഞാനും ബഹുമാന്യനായ ISM-ന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് TK അഷ്റഫ് ഉൾപ്പെടെയുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കോഴിക്കോട് CD ടവറിൽ പ്രവർത്തിക്കുന്ന മുജാഹിദ് സെന്ററിൽ സെക്രട്ടേറിയറ്റ് മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ അവിടെ മുജാഹിദ് സെന്റർ സന്ദർശിച്ച ആളുകൾക്കറിയാം, എക്സിക്യൂട്ടീവ് മീറ്റിംഗുകൾ കൂടുന്ന ഒരു കോൺഫറൻസ് ഹാളുണ്ട്. അത്യാവശ്യം ആ ഹാള് നിറഞ്ഞു കവിയുന്ന തരത്തിൽ ആളുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു യോഗം നടക്കുന്നു. ISM-ന്റെ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ സാധാരണ രാവിലെയാണ് കൂടാറ്. രാവിലെ 7 മണി മുതലാണ് കൂടാറ് ഞായറാഴ്ചകളിൽ. ഞങ്ങളൊരു 10 മണിയോടുകൂടി യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സന്ദർഭത്തിലാണ് തൊട്ടപ്പുറത്തെ കോൺഫറൻസ് ഹാളിൽ ഇങ്ങനെയൊരു യോഗം നടക്കുന്നത് കാണുന്നത്. സ്വാഭാവികമാണ്, ധാരാളം യോഗങ്ങൾ മുജാഹിദ് സെന്ററിൽ നടക്കാറുണ്ട്, യാതൊരു പുതുമയും അതിലില്ല. എന്നാൽ ഞങ്ങൾ യോഗം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ ആ യോഗത്തിലേക്ക് കയറി വരുന്ന ഒരുപാട് ആളുകളെ ശ്രദ്ധിച്ചപ്പോൾ പലരെയും നമുക്ക് പരിചയമുള്ളവരല്ല. പലരും പരിചയമുള്ളവരല്ല എന്ന് ഞാൻ പറയാൻ കാരണം, കൃത്യമായി KNM സംഘടനയുടെ ഏതെങ്കിലും ഒരു പ്രത്യേക സെക്രട്ടേറിയറ്റിലോ എക്സിക്യൂട്ടീവിലോ കൗൺസിലിലോ അങ്ങനെയാണ് സാധാരണ യോഗങ്ങൾ നടക്കാറ് എന്ന് നമ്മൾക്കറിയാം. കൗൺസിൽ യോഗങ്ങൾ, സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ, എക്സിക്യൂട്ടീവ് യോഗങ്ങൾ, ജില്ലാ ഭാരവാഹികളുടെ യോഗങ്ങൾ, മണ്ഡലം ഭാരവാഹികളുടെ യോഗങ്ങൾ. എന്നാൽ ഇങ്ങനെയൊന്നും പ്രത്യേകമായി നിർവചിക്കുവാൻ സാധിക്കാത്ത വിധം വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളാണ് യോഗത്തിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ
പരിചയക്കാരനായ മുതിർന്ന ഒരു സുഹൃത്ത് അദ്ദേഹം കയറി വന്നു. അദ്ദേഹം സലാം പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതിന് മുന്നേ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു, അബ്ദുറഹ്മാൻ സലഫി വിളിച്ച ഒരു യോഗമുണ്ട്, ജിന്ന് കൂടിയ കുറച്ച് ആളുകളെ ജിന്നിറക്കാനുള്ള യോഗമാണ് എന്ന്. മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ സജീവനായ KNM പ്രവർത്തകനാണ് ഇങ്ങനെ പറഞ്ഞത്. ഇതുകൂടി കേട്ടപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്ക് സംശയമായി, എന്ത് യോഗമാണ് അവിടെ നടക്കുന്നത് എന്ന്. ഞാൻ ആ യോഗം നടക്കുന്നിടത്ത് തന്നെ പോയി നോക്കി. അവിടെ അബ്ദുറഹ്മാൻ സലഫി ഉണ്ട്. എനിക്ക് അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒരു കാര്യം ചോദിക്കാനുള്ളത് കൊണ്ട് ഞാൻ ആ യോഗ സ്ഥലത്ത് തന്നെ പോയി അദ്ദേഹത്തെ യോഗത്തിൽ നിന്ന് പുറത്തേക്ക് വിളിച്ച ആ കാര്യം സംസാരിച്ചു. ആ യോഗത്തിന്റെ സ്വഭാവം അറിയുക എന്നത് കൂടിയായിരുന്നു എന്റെ ഉദ്ദേശം. പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി നിർവചിക്കാവുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിനുള്ള യോഗമല്ല അവിടെ നടക്കുന്നത്. മറിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഇവരാൽ തെരഞ്ഞെടുക്കപ്പെട്ട് വിളിച്ചു വരുത്തപ്പെട്ട വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ആളുകളാണ് അവിടെ ഇരിക്കുന്നത് എന്ന് എനിക്ക് ബോധ്യമായി. ആ സമയത്ത് മുജാഹിദ് സെന്ററിൽ KNMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിന്റെ റൂമിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു. സലാം പറഞ്ഞ അദ്ദേഹത്തോട് ചോദിച്ചു, സർ, ഇങ്ങനെ ഒരു യോഗം അവിടെ നടക്കുന്നു, പലതരത്തിലുള്ള ആളുകളാണല്ലോ അവിടെ വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്, എന്ത് യോഗമാണത്? അദ്ദേഹം പറഞ്ഞു, എന്ത് യോഗമാണ് എന്ന് എനിക്ക് പറഞ്ഞുകൂടാ, ഞാൻ കയറി വരുമ്പോഴും ആ യോഗം നടക്കുന്നുണ്ട്. പിന്നെ സലഫീനൊക്കെ അവിടെ ഞാൻ കണ്ടു. അപ്പൊ സലഫി വിളിച്ചെന്തോ ഒരു യോഗമായിരിക്കും എന്ന് കരുതി ഞാനും അങ്ങോട്ട് പോയി നോക്കിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചില ആളുകൾ ഇങ്ങനെ കയറി വന്നു, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്, കേൾക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ TPA ഒന്ന് വിളിച്ചു നോക്ക്, അദ്ദേഹം അറിഞ്ഞിട്ടുള്ള വല്ല യോഗവുമായിരിക്കും ചിലപ്പോൾ. ഞാൻ പുറത്തു കടന്ന് TPA മൊബൈലിൽ വിളിച്ചു. അദ്ദേഹം വീട്ടിലായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, ഇവിടെ ഒരു യോഗം നടക്കുന്നു, ഇങ്ങനെയാണ് അതിന്റെ സ്വഭാവം കാണുന്നത്. AP-യോട് ചോദിച്ചപ്പോൾ AP അറിയില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ അറിഞ്ഞിട്ട് കൂടുന്ന യോഗമാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് യോഗമൊന്നും വെച്ചിട്ടില്ലല്ലോ, അവിടെ എന്ത് യോഗമാണ് നടക്കുന്നത് ഞാൻ അറിയില്ലല്ലോ. അപ്പോഴും ആ യോഗത്തിലേക്ക് വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് ഇവരാൽ ക്ഷണിക്കപ്പെട്ട ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. പലരെയും നമ്മൾക്ക് പരിചയമുള്ളവരായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം അനുഭവിക്കുന്ന ഈ സകലമാന ഫിത്നകളുടെയും ഗൂഢാലോചനയ്ക്ക് യഥാർത്ഥത്തിൽ നിദാനമായ യോഗം ആ ഗ്രൂപ്പ് യോഗമായിരുന്നു. മുജാഹിദ് സെന്ററിൽ, CD ടവറിൽ പ്രവർത്തിക്കുന്ന മുജാഹിദ് സെന്ററിൽ KNMന്റെ സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനിയോ KNMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവിയോ അറിയാതെ വിളിച്ചു ചേർക്കപ്പെട്ട ഗ്രൂപ്പ് യോഗമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സകലമാന ഫിത്നകളുടെയും പ്രഭവ കേന്ദ്രമായി പ്രവർത്തിച്ചത് എന്ന് സാക്ഷിയായ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ച ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഇൻഷാ അല്ലാഹ് അവരുമായി നമുക്ക് നേരിൽ സംസാരിക്കാം. ഞാനിതൊക്കെ പറയുന്നത് 2011 നടന്ന KNMന്റെ സംഘടനാ ഇലക്ഷനിൽ സമിതികൾ പിടിച്ചടക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി കൃത്യമായി ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തപ്പെട്ട ആ ഗ്രൂപ്പ് യോഗം, അതിലെ തീരുമാനങ്ങളിൽ ഒന്ന്, നേരത്തെ 10 കൊല്ലം മുമ്പ് മടവൂർ വിഭാഗവുമായി പിരിഞ്ഞുപോയ ശേഷം ISMന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ മഹത്തായ വിജയമായി എന്ന് വന്നപ്പോൾ ISMകാരെന്ന് വിശേഷിപ്പിക്കപ്പെട്ടു പോയിരുന്ന ആളുകൾക്ക് വിഷമം വന്ന സാഹചര്യത്തിൽ അന്ന് സാൽവേഷൻ മുഖേന ദഅ്വാ രംഗത്ത് സജീവമായി മുന്നോട്ട് പോയ ISMനെതിരിൽ ഒരു ആരോപണമായി കൊണ്ടുവന്ന ജിന്ന് വിവാദം ആരോപണങ്ങൾ നമ്മൾക്കറിയാം. 10 കൊല്ലത്തോളം അവർ കൊണ്ടു നടന്നു, പക്ഷേ അത് ക്ലച്ച് പിടിച്ചില്ല, അവർക്ക് ഉപേക്ഷിച്ചു പോവേണ്ടി വന്നു. പക്ഷേ അന്ന് മടവൂരികൾ ഉപേക്ഷിച്ചു പോയ ആ ജിന്ന് വിവാദം അതേ രീതിയിൽ തന്നെ ഇതാ നമ്മുടെ കൂടെയുണ്ടായിരുന്ന ആളുകൾ ഏറ്റുപിടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഏറ്റുപിടിക്കുവാനുള്ള തീരുമാനമെടുക്കുന്നത് ഈ ഗ്രൂപ്പ് യോഗത്തിൽ വെച്ചാണ് എന്ന് ഇൻഷാ അല്ലാഹ് വൈകാതെ അതിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ജിന്ന് സംബന്ധമായ ഇത്തരം വിഷയങ്ങൾ മടവൂരികൾ പ്രചരിപ്പിച്ച് ക്ലച്ചുപിടിക്കാതെ അവർ പിൻവാങ്ങിപ്പോയ സന്ദർഭത്തിൽ അതിനെ വീണ്ടും പുറത്തേക്ക് വലിച്ചിട്ട് പ്രചാരണ യോഗങ്ങൾ സംഘടിപ്പിച്ച് വിശദീകരിക്കുവാനുള്ള ചർച്ചയും തീരുമാനവും ഉണ്ടാകുന്നത് ഈ ഗ്രൂപ്പ് യോഗത്തിൽ വെച്ചാണ് എന്ന് നിങ്ങൾക്ക് വൈകാതെ ബോധ്യപ്പെടും.
അങ്ങനെയാണ് അവിടെ നിന്നങ്ങോട്ട് KJUവിന്റെ തീരുമാനമായി, KJU വിശദീകരണ യോഗങ്ങളായി ഈ ജിന്ന് സംബന്ധമായ വിഷയങ്ങൾ പൊതുജന മധ്യത്തിലേക്ക് വിശദീകരണ യോഗങ്ങളായി കടന്നു വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായും അതിന്റെ തീയതികൾ പരിശോധിച്ചാൽ ഓരോ ജില്ലയിലും നടന്ന KNMന്റെ കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഓരോ ജില്ലയിലും ആ KJU വിശദീകരണ യോഗങ്ങൾ നടന്നത് എന്ന് ഡയറി എഴുതുന്ന ആളുകൾക്ക് ആ തീയതികൾ പരിശോധിച്ചാൽ ബോധ്യപ്പെടാവുന്ന സംഗതിയാണ്. ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവിടെ ഇത്തരം സംഘടനാപരമായ കുറെ വിഷയങ്ങൾ നിങ്ങളോട് പറയണമെന്ന തലക്കല്ല, മറിച്ച് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നമ്മൾക്കറിയാം 10 വർഷം മുമ്പ് നമ്മൾ ഒരു പിളർപ്പിന് സാക്ഷികളായ ആളുകളാണ്. അതിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിന്റെ മുറിവുകളും ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ പ്രസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടാവരുതേ എന്ന് മനമറിഞ്ഞു പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളേവരും. വിശിഷ്യ എടത്തനാട്ടുകര പോലുള്ള ഒരു പ്രദേശത്ത് ഇത്തരമൊരു സമ്മേളനം നടക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന കാരണവന്മാരായ ആളുകളെയാണ് ഞാൻ മുന്നിൽ കാണുന്നത്. കാരണവന്മാരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുവാൻ കഴിയുന്ന വിധത്തിൽ കളവുകളുടെ മേൽ കളവുകൾ സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായാണെന്ന് ഒരുപറ്റം ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹിറ്റ്ലറുടെ സ്വന്തക്കാരനായിരുന്ന ഗീബൽസിന്റെ സിദ്ധാന്തപ്രകാരം ഒരു നുണ 100 തവണ നിരന്തരമായി ആവർത്തിക്കുമ്പോൾ അതിലെവിടെയോ സത്യത്തിന്റെ അംശമുണ്ട് എന്ന ആളുകൾ ധരിക്കുമല്ലോ എന്ന ആ ഒരു സിദ്ധാന്തം കടമെടുത്തുകൊണ്ടാണ് നമ്മുടെ വിചിന്തനം വാരികയ്ക്ക് പുറകിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പോലും നിരന്തരം കളവുകളുടെ മേൽ കളവുകൾ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. സാധാരണക്കാരനായ മുജാഹിദ് പ്രവർത്തകനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാനത് സൂചിപ്പിച്ചു. 2007 നടന്ന ഇസ്ലാഹിൽ വന്ന ഒരു ലേഖനത്തെ 2012 വരെ ന്യായീകരിച്ചു നടന്ന ആളുകൾ പെട്ടെന്ന് 2012 മലക്കം മറിയുന്നത്. അത് ഈ ഇലക്ഷനായിരുന്നു അതിന്റെ കാരണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. 2011 ജൂൺ 5-ാം തീയതിയാണ് ഈ ഗ്രൂപ്പ് യോഗം നടക്കുന്നത്. അതിനെ തുടർന്നാണ് KNMന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുകൾ ആരംഭിക്കുന്നത്. അതിന്റെ പൂർത്തീകരണം നടക്കുന്നത് 2011 ഡിസംബർ 25-ാം തീയതി നടക്കുന്ന സംസ്ഥാന കൗൺസിലോടുകൂടിയാണ്. ഈ ആരോപണങ്ങളുടെ പുറത്തുവിടലും ഈ തെരഞ്ഞെടുപ്പുകളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിക്കണം. എന്ന് മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ മെമ്പർഷിപ്പ് ചേർക്കൽ മുതൽ പ്രാഥമികമായി ശാഖകളിൽ നടന്ന തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ കളികൾ നടന്നിരുന്നു എന്ന് പരിശോധിക്കുന്ന ആർക്കും ബോധ്യമാവും. ISMനെ പ്രതിസ്ഥാനത്ത് നിർത്തുക എന്ന ദുരുദ്ദേശത്തോടുകൂടി ISMകാരായ ആളുകൾക്കും MSMകാരായ ആളുകൾക്കും ഈ KNMന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ അർഹമായ പരിഗണനകൾ നൽകരുത് എന്നും അവരെ കൗൺസിലർ സ്ഥാനങ്ങളിലേക്കോ എക്സിക്യൂട്ടീവിലേക്കോ പരിഗണിക്കരുത് എന്നും കൃത്യമായി സർക്കുലർ മുഖേന വിജ്ഞാപനത്തിലൂടെ സംഘടനാ തെരഞ്ഞെടുപ്പ് കാലത്ത് അറിയിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്നാൽ ISMO MSMO അതിനെതിരിൽ പ്രതികരിക്കാൻ പോയിട്ടില്ല. എന്നാൽ ഒരു സംഭവമുണ്ടായി. ഈ ഒരു സർക്കുലറിനെതിരിൽ ഒരു വക്കീൽ നോട്ടീസ് 2 ജില്ലകളിൽ നിന്ന് അയക്കപ്പെട്ടു. ഒന്ന് മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ നിന്നാണ്, മറ്റൊന്ന് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. KNM ഭരണഘടനയിൽ നിന്ന് നിഷ്കർഷിക്കാത്ത വിധം യുവാക്കളായ ആളുകളെയും ചെറുപ്പക്കാരെയും സംഘടനാ രംഗത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിലെ പരാമർശം ദുരൂഹമാണെന്നും അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നും പറഞ്ഞുകൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ചപ്പോൾ അതിന് KNM സംഘടനയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളയാൾ നൽകിയ മറുപടി കണ്ണൂർ ജില്ലയിൽ ഒരൽപ്പം മയത്തിലാണെങ്കിൽ മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ നിന്ന് അയച്ച കത്തിന് കൊടുത്ത മറുപടിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, യുവാക്കളെയും ചെറുപ്പക്കാരെയും കൂടുതലായി നമ്മുടെ സംഘടനയിൽ എടുത്തു കഴിഞ്ഞാൽ വലിയ അപകടം സംഭവിക്കും. എന്താണ് അപകടമെന്നല്ലേ? യുവാക്കൾ കൂടുതലായി സംഘടനയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംഘടന തീവ്രവാദി ലോബികളുടെ പിടിയിലകപ്പെടും എന്ന് സംഘടന ഭയപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു സർക്കുലർ അയക്കേണ്ടി വന്നത് എന്നാണ് KNMന്റെ ഉത്തരവാദപ്പെട്ട തെരഞ്ഞെടുപ്പ് ഓഫീസർ വക്കീൽ നോട്ടീസിന് മറുപടിയായി നൽകിയത്. ഇതിന്റെ ഇന്നർ യോഗങ്ങളിൽ വലിയ വിവാദമായി. സ്വാഭാവികമായും വിവാദമായപ്പോൾ അതിനെ ന്യായീകരിക്കുവാനുള്ള ശ്രമങ്ങളുണ്ടായി. ISMന്റെ ഒരു ഭാരവാഹി KJU സെക്രട്ടറി M മുഹമ്മദ് മദനിയോട് ഈ വിഷയം ധരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരവമാണല്ലോ വിഷയം, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന്. അദ്ദേഹം
അന്ന് തെരഞ്ഞെടുപ്പിന്റെ ചാർജ് ഉണ്ടായിരുന്ന ബഹുമാന്യനായ അഹമ്മദ് അലി മദനിയോട് കാര്യം അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു, കുട്ടികൾ ആരൊക്കെയോ പറയുന്നത് കേട്ട് തെറ്റിദ്ധരിച്ച് പറയുന്നതാണ്, യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നില്ല, ഇതാ നോക്കൂ, ഇതാണ് ഞങ്ങൾ അയച്ച മറുപടി എന്നും. യഥാർത്ഥത്തിൽ മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ നിന്ന് വന്ന കത്തിനുള്ള മറുപടിയായിരുന്നു ആ വിഷയങ്ങൾ. പക്ഷേ അഹമ്മദ് അലി മദനി എം മുഹമ്മദ് മദനിക്ക് കാണിച്ചു കൊടുത്തത് കണ്ണൂർ ജില്ലക്കാരന് നൽകിയ മറുപടിയായിരുന്നു. മുഹമ്മദ് മദനിക്ക് ISMന്റെ ഭാരവാഹിയെ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞു, താങ്കൾ എന്താണ് പറഞ്ഞത്? ആ രീതിയിലുള്ള യാതൊരു പരാമർശവും ആ മറുപടിയിലില്ലല്ലോ, ഞാനത് നേരിട്ട് കണ്ട് വായിച്ചല്ലോ. പിന്നീട് നടന്ന ഒരു സംയുക്ത സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വീണ്ടും ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇതേ പ്രകാരം അഹമ്മദ് അലി മദനി വീണ്ടും ആ കണ്ണൂർക്കാർക്ക് അയച്ച ആ മറുപടിയുടെ പകർപ്പെടുത്ത് വായിച്ചു. ഇതാണ് KNM അയച്ച മറുപടി, ഇതിലെവിടെയാണ് നിങ്ങൾ പറയുന്നത് പോലെയുള്ളത്? എന്നാൽ അന്ന് ISMന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് TK അഷ്റഫിന്റെ കീശയിൽ മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ പ്രവർത്തകർ അയച്ച കത്തിന് KNM തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയ മറുപടിയുടെ കോപ്പി ഉണ്ടായിരുന്നു. ഞാൻ ആ കോപ്പി വാങ്ങിയിട്ട് അഹമ്മദ് അലി മദനിയെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇതാ ഇങ്ങനെ ഒരു മറുപടി നിങ്ങൾ ഇവിടെ നിന്ന് നൽകിയിട്ടുണ്ടോ? ആ മറുപടിയെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ശരിയാണ്, വേറെ ഒരു മറുപടി കൂടി നൽകിയിട്ടുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു, ആ മറുപടി വായിക്കണം. യോഗത്തിലുണ്ടായിരുന്ന KNMന്റെയും ISMന്റെയും MSMന്റെയും എല്ലാവരും ആവശ്യപ്പെട്ടു ആ മറുപടി വായിക്കണമെന്ന്. അദ്ദേഹം വായിക്കാൻ ആരംഭിച്ചു. ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും പാരഗ്രാഫുകൾ വളരെ ഭംഗിയായി അഹമ്മദ് അലി മദനി വായിച്ചു. ഇതിലെവിടെയാണ് പ്രശ്നം? തൊട്ടടുത്ത പാരഗ്രാഫിൽ എത്തുന്നതിന് മുന്നേ അദ്ദേഹം അവസാനിപ്പിച്ചിട്ട് ചോദിക്കുകയാണ്, ഇതാണ് നമ്മൾ അയച്ച മറുപടി, ഇതിലെവിടെയാണ് പ്രശ്നം? ആ മറുപടി എന്റെ കയ്യിലിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എന്താണ് സർ, നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ നിർത്തിയത്? അതിന്റെ ബാക്കി കൂടി വായിക്കൂ. ഞാൻ പറഞ്ഞു, ഖുറാഫികൾ കാണിക്കുന്ന തട്ടിപ്പ് ഉത്തരവാദപ്പെട്ട ഒരു സെക്രട്ടേറിയറ്റ് യോഗത്തിലിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ മുമ്പിൽ താങ്കൾ കാണിക്കരുത്. താങ്കൾ ബഹുമാന്യനായ ഒരു പണ്ഡിതനാണ്, താങ്കൾ ഇത്രക്ക് തരം താഴരുത്. താങ്കൾ നേരത്തെ ISMന്റെ ഭാരവാഹിയെയും ബഹുമാന്യനായ KJUവിന്റെ സംസ്ഥാന സെക്രട്ടറിയെയും കബളിപ്പിച്ചു. നിങ്ങൾ ഇതേ കബളിപ്പിക്കൽ നിങ്ങൾ അവരുടെ അടുത്തും എടുത്തു. അഥവാ മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ നിന്ന് അയച്ച കത്തിന് നൽകിയ മറുപടി മറച്ചു വെച്ചുകൊണ്ട് കണ്ണൂർ ജില്ലക്കാരന് നൽകിയ മറുപടി കാണിച്ചുകൊണ്ട് പറഞ്ഞു, കുട്ടികൾക്ക് തെറ്റുപറ്റിയതാണ്, കുട്ടികൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഇതിലെവിടെയാണ് അങ്ങനെ ഒരു പരാമർശമെന്ന്. ഇപ്പോൾ താങ്കൾ രണ്ടാമത്തെ കത്ത് കാണിച്ചപ്പോൾ വായിച്ചിട്ട് ആ പ്രസക്തമായ ഭാഗം വരുന്ന പാരഗ്രാഫിന് മുന്നിലെത്തി നിർത്തിയിരിക്കുന്നു. എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? ബാക്കി എല്ലാവരും പറഞ്ഞു, സർ നിങ്ങൾ എന്താണ് അവിടെ നിർത്തിക്കളഞ്ഞത്, ബാക്കി വായിക്കൂ. അദ്ദേഹം ബാക്കി വായിച്ചു. അവിടെയാണ് പറയുന്നത്, യുവാക്കൾ കൂടുതലായി സംഘടനയിൽ വന്നു കഴിഞ്ഞാൽ സംഘടന തീവ്രവാദ ലോബികളുടെ പിടിയിലകപ്പെടുമെന്ന് സംഘടന സംശയിക്കുന്നത് കൊണ്ടാണ് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ സർക്കുലറിൽ പ്രത്യേകമായി ചെറുപ്പക്കാരെ കൗൺസിലർ സ്ഥാനങ്ങളിലേക്കും എക്സിക്യൂട്ടീവ് സ്ഥാനങ്ങളിലേക്കും പരിഗണിക്കരുത് എന്ന് പറയാനിടയായ സാഹചര്യം എന്ന് അദ്ദേഹത്തിന് അവിടെ വായിക്കേണ്ടി വന്നു. സദസ്സിലിരിക്കുകയായിരുന്ന അബ്ദുറഹ്മാൻ സലഫി എന്നോട് ചോദിച്ചു, ഹബീബ് അങ്ങനെ ഒരു കത്തുണ്ടോ, ഒന്ന് നോക്കട്ടെ. ഞാൻ ആ കത്തിന്റെ കോപ്പി അദ്ദേഹത്തിന് കൈമാറി. അദ്ദേഹം വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെയൊന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് അതീവ ഗൗരവതരമായ പ്രശ്നമാണ് എന്ന്. നമ്മുടെ യുവാക്കളെ പറ്റി, ISMന്റെയും MSMന്റെയും ചെറുപ്പക്കാരെ പറ്റി നമ്മൾ ഇങ്ങനെ രേഖാമൂലം ഒരു മറുപടി നൽകിയിട്ടുണ്ടെങ്കിൽ സംഗതി അതീവ ഗൗരവമുള്ളതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അഹമ്മദ് അലി മദനി പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു കത്തയച്ചിട്ടുണ്ടെങ്കിൽ അത് KNMന്റെ പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയെയും കാണിച്ചിട്ടാണ് അയച്ചത് എന്ന്. എന്നാൽ അതേസമയം APയും DPയും ഒരുപോലെ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു കത്ത് കണ്ടിട്ടില്ല എന്നും. ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ കൃത്യമായ കളികൾ കളിച്ചിട്ടുണ്ട്. അത് ISMന്റെയും MSMന്റെയും ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, 10 വർഷം മുമ്പുണ്ടായ ഒരു ഭിന്നിപ്പ് പോലെ ഒരു ഭിന്നിപ്പിലേക്ക് ഇനിയും ഈ പ്രസ്ഥാനം പോയിക്കൂടാ എന്ന സതുദ്ദേശത്താൽ ആ വിഷയങ്ങളൊന്നും ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ ഇതുവരെ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചിട്ടില്ല. ഇത്രയും കാലം നിരന്തരമായി ISMനെയും MSMനെയും സംഘടനാ തലത്തിൽ പീഡിപ്പിച്ചപ്പോഴും പരസ്യമായി പ്രതികരിക്കാൻ ISMന്റെയും MSMന്റെയും ഭാരവാഹികൾ തയ്യാറായിട്ടില്ല. ഒടുക്കം നിങ്ങൾക്കറിയാം, സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് വരെ ISMന്റെയും MSMന്റെയും ഉത്തരവാദപ്പെട്ട ഭാരവാഹികളെ മാറ്റി നിർത്തി. അവർ പ്രതികരിച്ചിട്ടില്ല, അവർ സമ്മേളനത്തിൽ സംബന്ധിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവസാനം
നിഷ്കരുണം, ഒരു വിശദീകരണം പോലും ചോദിക്കാതെ ISMന്റെയും MSMന്റെയും സംസ്ഥാന സമിതികൾ മുതൽ താഴെ തലം വരെയുള്ള സമിതികളെ പിരിച്ചുവിട്ട് അഡ്ഹോക്ക് കമ്മിറ്റികൾ രൂപീകരിക്കുവാനുള്ള തീരുമാനമെടുക്കുകയാണ് KNM ചെയ്തത്. ഇത് നമ്മൾ അറിയുന്നത് ISMന്റെയും MSMന്റെയും ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ അവരുടെ കമ്മിറ്റികൾ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന കാര്യം അറിയുന്നത് പത്രങ്ങൾ വായിച്ചിട്ടാണ്. എന്തുമാത്രം ഖേദകരമായ കാര്യമാണ് നമ്മുടെ സംഘടനയിൽ നടക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 10 വർഷം മുമ്പ് ISMന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിനെതിരിൽ ഒരു നടപടി സ്വീകരിച്ചിരുന്നു. അങ്ങനെ നടപടി സ്വീകരിക്കുന്നതിന് മുന്നിൽ എന്തെല്ലാം നടപടിക്രമങ്ങൾ പാലിച്ചു. അവർക്കെതിരിൽ ആരോപണങ്ങൾ വന്നു. ആരോപണങ്ങൾ അന്വേഷിക്കുവാൻ KNM ഒരു കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷൻ അവരെ വിളിച്ച് ഹിയറിംഗ് നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഒരു ചാർജ് ഷീറ്റ് തയ്യാറാക്കിയവർക്കെതിരിൽ ആ ചാർജ് ഷീറ്റിന് മറുപടി നൽകുവാനുള്ള അവസരം അവർക്ക് നൽകി. അവർ അതിന് മറുപടി നൽകി. ആ മറുപടി കിട്ടിയ ശേഷം ഷോക്കോസ് നോട്ടീസ് കൊടുത്തു. ആ ഷോക്കോസ് നോട്ടീസിനുള്ള മറുപടി കിട്ടി. ആ ഷോക്കോസ് നോട്ടീസിനുള്ള മറുപടി ചർച്ച ചെയ്യാൻ KNMന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം പ്രത്യേകമായി ചേർന്നു. അവിടെ കൃത്യമായി ചർച്ച നടന്നു എന്ന് മാത്രമല്ല, അന്നത്തെ എക്സിക്യൂട്ടീവിലെ ഹുസൈൻ മടവൂരും CP ഉമർ സുല്ലമിയും അടക്കമുള്ള 9 പേർ അവരുടെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് ആ ISM കമ്മിറ്റിക്കെതിരെ നടപടി സ്വീകരിച്ചതെങ്കിൽ ആ ISM കമ്മിറ്റിയെ പിരിച്ചുവിട്ട് രൂപീകരിച്ച അഡ്ഹോക്ക് കമ്മിറ്റികൾ അതിന്റെ ഭാരവാഹികളായി കഴിഞ്ഞ 10 കൊല്ലം സ്തുത്യർഹമായ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ISMന്റെയും MSMന്റെയും സംസ്ഥാന സമിതികൾ മുതൽ ശാഖാതലം വരെയുള്ള സമിതികളെ പിരിച്ചുവിട്ടപ്പോൾ എന്തു നടപടിക്രമമാണ് KNMന്റെ ഉത്തരവാദപ്പെട്ട സംഘടനാ നേതാക്കൾ സ്വീകരിച്ചത് എന്നതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഈ രാജ്യത്തെ പൊതുജനങ്ങളോട് നൽകേണ്ടതുണ്ട്. ഇത് ഞാൻ പറയുന്നത് ആ പിരിച്ചുവിടലിന്റെ പേരിലാണ് ഇന്ന് ഈ നാട്ടിൽ നടക്കുന്ന ഫിത്നകൾ മുഴുവൻ അരങ്ങേറുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ISMന്റെയും MSMന്റെയും കമ്മിറ്റികളെ പിരിച്ചുവിട്ട് സംസ്ഥാനതലം മുതൽ ശാഖാതലം വരെ അഡ്ഹോക്ക് കമ്മിറ്റികൾ അവരോധിച്ചപ്പോൾ ആ അഡ്ഹോക്ക് കമ്മിറ്റികൾ സ്ഥാനങ്ങൾ അവരോധിക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായാണ് അനേകം സ്ഥലങ്ങളിൽ സംഘടനകൾ ഉണ്ടായത് എന്ന് നമ്മൾ തിരിച്ചറിയണം. KNMന്റെയോ ISMന്റെയോ ഭരണഘടന പ്രകാരമുള്ള യാതൊരു നടപടിക്രമവും പാലിക്കാതെയാണ് ISMന്റെയും MSMന്റെയും സംസ്ഥാന സമിതികളെ താഴെ തലം വരെയുള്ള സമിതികളെയും പിരിച്ചുവിട്ടത് എന്ന് നിങ്ങൾ അറിയണം. അതുമൂലമുണ്ടായ ഫിത്നകൾ നിങ്ങൾ അറിയണം. എന്ന് മാത്രമല്ല, ഇപ്പോൾ KNMന്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്ന ഭാരവാഹികളെയും കമ്മിറ്റികളെയും പിരിച്ചുവിട്ടുകൊണ്ട് അഡ്ഹോക്ക് കമ്മിറ്റികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പേരിലാണ് നാട്ടിൽ ഫിത്നകൾ നടക്കുന്നത്. അതിന്റെ പേരിലാണ് ഖതീബുമാരെ മിമ്പറിൽ നിന്ന് താഴെ ഇറക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ പേരിലാണ് പള്ളിയിലുള്ള ഇമാമുമാരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത്. അതിന്റെ പേരിലാണ് ഉത്തരവാദപ്പെട്ട ഭാരവാഹികളെ മാറ്റി ഞങ്ങളാണ് പുതിയ ഭാരവാഹികൾ എന്ന് ചമഞ്ഞ സാധാരണക്കാരായ പ്രവർത്തകർ നമ്മുടെ പ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഇത് ചെയ്തയാളുകൾക്കാണ്. യഥാർത്ഥത്തിൽ ഈ ISMനെയും MSMനെയും പിരിച്ചുവിട്ടതിനും KNMന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികളെയും അംഗങ്ങളെയും പിരിച്ചുവിട്ടതിനും യഥാർത്ഥത്തിൽ ഇവർക്ക് അർഹത ഉണ്ടായിരുന്നോ എന്ന് ഇതാ കോഴിക്കോട് മുനിസിപ്പൽ കോടതിയുടെ വിധി വന്നിരിക്കുന്നു. എന്താണ് ആ വിധിയിൽ പറഞ്ഞത്? കോഴിക്കോട് സൗത്ത് ജില്ലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വലിയ വലിയ കളികൾ നടന്നു. ആ കളിയുടെ ഭാഗമായി എന്ത് സംഭവിച്ചു? കോഴിക്കോട് സൗത്ത് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജില്ലാ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് സ്മൂത്തായിട്ട് നടന്നു. സ്മൂത്തായിട്ട് എന്ന് പറഞ്ഞുകൂടാ, അവിടെ 2 പാനലുകൾ വന്നു, വോട്ടെടുപ്പ് വന്നു. ഏതായിരുന്നാലും വോട്ടെടുപ്പിലൂടെ സമാധാനപരമായെങ്കിലും ജില്ലാ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. അതിനെ തുടർന്ന് സംസ്ഥാന ആലോചനാ സഭയിലേക്ക്, സംസ്ഥാന കൗൺസിലിലേക്ക് അവിടെ നിന്നുള്ള പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന ഘട്ടം വന്നപ്പോൾ ഈ ആളുകൾ, കളിയുടെ ആശാന്മാർ അവിടെയും കളി കളിച്ചു. ആ കളികൾ പച്ചയായി കണ്ട പ്രവർത്തകർ അത് അനുവദിക്കുകയില്ല എന്ന് ശക്തിയുക്തം വാദിച്ചു. ചുരുക്കി പറഞ്ഞാൽ ബഹളം മൂലം ആ യോഗം അവിടെ നിർത്തിവെച്ച് പിരിയേണ്ടി വന്നു. പിന്നീട് ജില്ലാ കൗൺസിലർമാർ അറിയുന്നില്ല കോഴിക്കോട് സൗത്ത് ജില്ലയിൽ നിന്ന് സംസ്ഥാന ആലോചനാ സഭയിലേക്ക്, സംസ്ഥാന കൗൺസിലിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്തത് എപ്പോഴാണ് എന്ന്. ചില ആളുകൾ കൂടിയിരുന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അംഗീകരിച്ചു എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കൈമാറുകയാണ് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പല ആളുകളും സ്റ്റേറ്റ് കൗൺസിലിൽ വന്നതും അതുവഴി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ വന്നതും സ്റ്റേറ്റ് ഭാരവാഹികളായി മാറിയതും എന്ന് ഇപ്പോൾ അവിടുത്തെ ഒരു ജില്ലാ കൗൺസിലർ ആ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്ത് കോഴിക്കോട് മുനിസിപ്പൽ കോടതിയിൽ ഒരു കേസ് കൊടുത്തപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കോടതി പറഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പേ നടത്തിയിട്ടില്ല എന്നും. സത്യസന്ധമായി രേഖപ്പെടുത്തപ്പെട്ട കോഴിക്കോട് സൗത്ത് ജില്ലയിലെ മിനിറ്റ്സ് കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. കോടതി പറഞ്ഞു യഥാർത്ഥത്തിൽ കോഴിക്കോട് സൗത്ത് ജില്ലയിൽ KNMന്റെ കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പേ നടന്നിട്ടില്ല എന്നും.
നിങ്ങൾ നോക്കൂ, കോഴിക്കോട് സൗത്ത് ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന നാട്യത്തിൽ 23 സംസ്ഥാന കൗൺസിലർമാർ സ്റ്റേറ്റ് കൗൺസിലിലേക്ക് വന്നു. ആ സ്റ്റേറ്റ് കൗൺസിലിൽ നിന്നാണ് ബഹുമാന്യനായ TP അബ്ദുള്ള കോയ മദനി സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കോടതി അയോഗ്യമാക്കിയിരിക്കുന്നു. 2011 ഡിസംബറിൽ നടന്ന കോഴിക്കോട് സൗത്ത് ജില്ലയിൽ നിന്ന് സംസ്ഥാന കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് കോഴിക്കോട് കോടതി അസാധുവായി പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നിട്ട് ഈ ആളുകൾ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞല്ലോ, ആ 23 പേരിൽ ഒരാൾ TP ആണ്, അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായി. അതിൽപ്പെട്ട 6ഓളം ആളുകൾ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉൾപ്പെട്ടു. അതിൽപ്പെട്ട 4 ആളുകളെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലക്ക് TP നോമിനേറ്റ് ചെയ്തതാണ്. ഈ TP അയോഗ്യനാക്കപ്പെടുന്നതോടുകൂടി ആ ബാക്കിയുള്ള മുഴുവൻ ആളുകളും അയോഗ്യരാക്കപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ കോഴിക്കോട് സൗത്ത് ജില്ലയിൽ നിന്ന് അനർഹമായി സ്റ്റേറ്റ് കൗൺസിലിലേക്ക് വന്ന 23 ആളുകൾ, അതിൽ നിന്ന് അനർഹരായി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലേക്ക് വന്ന ആളുകൾ, അവിടെ വെച്ച് അനർഹമായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ഭാരവാഹികൾ, അങ്ങനെ അനർഹരായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് ഇന്ന് ഈ കൃത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ശാഖ, മണ്ഡലം, ജില്ലാ കമ്മിറ്റികളെ നിഷ്കരുണം പിരിച്ചുവിടുകയും അതിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഉത്തരവാദപ്പെട്ട ഭാരവാഹികളെ പിരിച്ചുവിടുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് അയച്ചുകൊണ്ട് നാട്ടിൽ ഫിത്നകൾ ഉണ്ടാക്കുന്നത്. ഞാനിതൊക്കെ പറഞ്ഞത് ഈ ഒരു കാര്യം പറയാനാണ്. നാട്ടിൽ ദയവ് ചെയ്ത് ഫിത്നകൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കരുത്. നിങ്ങൾക്ക് അർഹതയില്ലാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് കോടതി വിധി അംഗീകരിച്ചതോടുകൂടി നിങ്ങളും അംഗീകരിച്ചിരിക്കുന്നു. അവർ കോടതി വിധി അംഗീകരിച്ചു. എന്നിട്ട് കോഴിക്കോട് സൗത്ത് ജില്ലയിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് ക്രമാനുസൃതം നടത്തുവാൻ തീരുമാനിച്ചു എന്നാണ് നമ്മൾ പത്രങ്ങളിൽ വായിച്ചത്. അപ്പോൾ അതിന്റെ അർത്ഥം 2011 മുതൽ 2013 മാർച്ച് 15 വരെ ഈ ആളുകൾ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അവരോധിക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നെല്ലാം കോടതി അവരെ അയോഗ്യരാക്കിയിരിക്കുന്നു. അങ്ങനെ അയോഗ്യരായ ഒരു കമ്മിറ്റിയാണ് ഈ നാട്ടിലെ സകലമാന ആളുകളെയും പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നോട്ടീസുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. ആ പിരിച്ചുവിട്ടു എന്ന് പറയുന്നത് ശരിയല്ല എന്ന് അവർ തന്നെ സമ്മതിച്ചതിന്റെ തെളിവ് കൂടി നമ്മൾക്ക് കാണാം. കോഴിക്കോട് സൗത്ത് ജില്ലയിൽ കോടതി വിധി പ്രകാരം രണ്ടാമതൊരു തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ഇവർ നേരത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ച മുഴുവൻ ആളുകളെയും ആ ജില്ലാ കൗൺസിലിലേക്ക് വീണ്ടും നോട്ടീസ് അയച്ച് വിളിച്ചിരിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അയോഗ്യരാക്കപ്പെട്ട ആളുകളായിരുന്നു സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അയോഗ്യരാക്കപ്പെട്ട സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടിയെടുത്ത ഈ സസ്പെൻഡ് ചെയ്യൽ തീരുമാനങ്ങൾ ദുർബലപ്പെട്ടു പോയിരിക്കുന്നു എന്ന് അവർ തന്നെ സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്താക്കി എന്ന് നോട്ടീസ് നൽകിയ ആളുകളെ വരെ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിലേക്ക് ഇതാ നോട്ടീസ് നൽകി ക്ഷണിച്ചിരിക്കുന്നു. എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ദയവ് ചെയ്ത് ഒരു കാര്യം ചെയ്യണം. ഞങ്ങൾ പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് ISM-ന്റെയും MSM-ന്റെയും കമ്മിറ്റികളെ സംസ്ഥാനതലം മുതൽ ശാഖാതലം വരെ പിരിച്ചുവിട്ടത് അസാധുവായി പോയിരിക്കുന്നു എന്ന് നിങ്ങൾ തുറന്നു സമ്മതിക്കണം. എങ്കിലേ ഈ നാട്ടിലെ ഫിത്നകൾ അവസാനിക്കുകയുള്ളൂ. KNM-ന്റെ ഉത്തരവാദപ്പെട്ട കമ്മിറ്റികളെയും ഭാരവാഹി സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെയും പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ നൽകിയ നോട്ടീസ് ഉണ്ടല്ലോ, അത് അസാധുവായിരിക്കുന്നു എന്ന് നിങ്ങൾ തുറന്നു സമ്മതിക്കണം. ജനങ്ങളോട് പറയണം, മാപ്പ് പറയണം. എങ്കിലേ ഈ നാട്ടിൽ അതിന്റെ പേരിൽ നടക്കുന്ന കോലാഹലങ്ങളും സംഘർഷങ്ങളും പള്ളിയിലെയും മഹലിലെയും പ്രശ്നങ്ങളും അവസാനിക്കുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, ഇന്ന് അവർ ഒരു സംസ്ഥാന കൗൺസിൽ കൂടിയിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. പത്രദ്വാര സംസ്ഥാന കൗൺസിലർമാർക്ക് നോട്ടീസ് അയക്കുകയല്ല, പത്രത്തിൽ പരസ്യം നൽകിയാണ് ഇപ്പോൾ പരിപാടികൾ. അവിടെയും ഉണ്ടായി തമാശ. ഇവിടെ ഇതാ നിങ്ങളുടെ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ TK, അദ്ദേഹം ഈ പറഞ്ഞ പോലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് നോട്ടീസ് കിട്ടിയ ഒരാളിൽപ്പെട്ടയാളായിരുന്നു. അങ്ങനെയുള്ള TKക്ക് ഇന്നത്തെ സ്റ്റേറ്റ് കൗൺസിലിൽ സംബന്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് കിട്ടിയിരിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ സസ്പെൻഡ് ചെയ്തു എന്ന് നിങ്ങൾ നോട്ടീസ് അയച്ചയാൾക്ക് പിന്നെ എന്തിനാണ് സ്റ്റേറ്റ് കൗൺസിലിലേക്ക് ക്ഷണമയച്ചത്, നോട്ടീസ് അയച്ചത് നിങ്ങൾ? അഥവാ നിങ്ങൾ സമ്മതിക്കുന്നു അയോഗ്യരാക്കപ്പെട്ട, ദുർബലരാക്കപ്പെട്ട, അസാധുവാക്കപ്പെട്ട ഒരു കമ്മിറ്റിയായിരുന്നു ഡോക്ടർ KK സക്കരിയ സലാഹിക്കെതിരിൽ നടപടി സ്വീകരിച്ചത്, മുജാഹിദ് ബാലുശ്ശേരിക്കെതിരിൽ നടപടി സ്വീകരിച്ചത്, ISM-നും MSM-നും എതിരിൽ നടപടി സ്വീകരിച്ചത്, KNM-ന്റെ ഉത്തരവാദപ്പെട്ട കമ്മിറ്റികൾക്കെതിരിലും അംഗങ്ങൾക്കെതിരിലും നടപടി സ്വീകരിച്ചത് അർഹതയില്ലാത്ത, അധികാരമില്ലാത്ത, അവകാശമില്ലാത്ത ഒരു കമ്മിറ്റിയായിരുന്നു എന്ന് നിങ്ങൾ ഇതാ സമ്മതിച്ചിരിക്കുന്നു. അത് നിങ്ങൾ അങ്ങനെ സമ്മതിച്ചാൽ പോരാ, നിങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കണം.
പരസ്യമായി അറിയിക്കണം. നിങ്ങൾ പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാവണം. എങ്കിലേ ഈ നാട്ടിൽ നടക്കുന്ന ഫിത്നകളും സംഘർഷങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അവസാനിക്കുകയുള്ളൂ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കള്ളം 100 തവണ ആവർത്തിച്ചുകൊണ്ട് ഇല്ലാത്ത ഒരു വാദം ഈ മുജാഹിദുകൾക്ക്, ഈ മുവഹിദുകൾക്ക് ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇതാ ഈ പ്രസ്ഥാനത്തിൽ വീണ്ടും ഭിന്നിപ്പുണ്ടാക്കാൻ ഗൂഢപദ്ധതി തയ്യാറാക്കിയ ഒരു ഗൂഢസംഘം ഈ പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് നമ്മൾക്ക് സ്ഥാപിക്കുവാൻ സാധിക്കും. ഈ സമയത്ത് സമയപരിമിതി മൂലം ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് കൃത്യമായ തെളിവുകളുടെ പിൻബലത്തിൽ ഈ പ്രസ്ഥാനത്തിൽ കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ ജിന്ന് വിവാദം ഉണ്ടാക്കി തീർത്തത് എന്ന് സ്ഥാപിക്കുവാൻ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു സന്ദർഭത്തിൽ അത്തരം തെളിവുകൾ സഹിതം നമ്മൾക്ക് സംസാരിക്കാം. ആളുകൾ ചോദിക്കുകയാണ്, ഒരു അബ്ദുറഹ്മാൻ സലഫിക്ക് ഇങ്ങനെ സാധിക്കുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ടെന്ന് നമ്മൾക്കും സംശയമായിരുന്നു. എന്നാൽ ആളുകൾ ചോദിച്ചു, അബ്ദുറഹ്മാൻ സലഫി വിചാരിച്ചാൽ ഇങ്ങനെ കഴിയുമോ? അവിടെ AP ഇല്ലേ, TP ഇല്ലേ എന്ന് നമ്മളും സംശയിച്ചതാണ്. പക്ഷേ ഇപ്പോഴിതാ ചില കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് TP അബ്ദുൽ കോയ മദനി ഈ അബ്ദുറഹ്മാൻ സലഫിയുടെ ഗൂഢപദ്ധതികൾക്ക് അനുകൂലമായി നിന്നുകൊടുക്കുന്നത് എന്നതിന്റെ തെളിവുകൾ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞ പോലെ സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. നമ്മൾക്കത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിസ്തരിച്ച് ഇവിടെ വിശദീകരിക്കാനാവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവരുടെ എല്ലാവിധ ഈ തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും ബഹുമാന്യനായ TP അബ്ദുൽ കോയ മദനി തുടങ്ങിയ ആളുകൾ കൂട്ടുനിന്നു കൊടുക്കുന്നത് എന്നതിന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള കാരണങ്ങൾ ഇൻഷാ അല്ലാഹ് വൈകാതെ നമ്മൾക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, തെറ്റിദ്ധരിച്ച് മാറി നിൽക്കുന്ന ആളുകളെ കൃത്യമായി ഈ വിഷയം പഠിപ്പിച്ചു കൊടുക്കണം. ഇവിടെ ആരും ശിർക്കിലേക്ക് പോയിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. മുജാഹിദുകൾ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന് പറയാൻ മാത്രം അസംബന്ധം ലോകത്താരെങ്കിലും വിശ്വസിക്കുമോ? തൗഹീദിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും നേതാക്കളും ചെറുപ്പക്കാരും ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നിടത്തെത്തി എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കാൻ പോകുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങളെ അങ്ങനെ പറയാൻ സമ്മതിക്കില്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു വാദമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ചില തൽപര കക്ഷികൾ. അവർക്ക് കൃത്യമായ മറ്റു ചില താല്പര്യങ്ങൾ ഉണ്ട്. അത് സംരക്ഷിക്കുവാനാണ് അവർക്ക് ഇവരുടെ കൂടെ കൂടി അങ്ങനെ പ്രഭാഷണം നടത്തി പ്രസംഗം നടത്തി ജീവിക്കേണ്ടി വരുന്നത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ ഈ സംസാരം കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഹ്രസ്വമായ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇടത്തനാട്ടുകരയിലെയും പരിസരങ്ങളിലെയും ബഹുമാന്യരായ മാതാപിതാക്കളെ, മക്കളെ, സഹോദരി സഹോദരന്മാരെ,
ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പകർത്തണമെന്ന് ഉണർത്തുകയാണ്. പുറത്ത് നിൽക്കുന്ന ബഹുമാന്യരായ സഹോദരങ്ങളോട് എല്ലാവരോടുമായി സദസ്സിലേക്ക് കയറിയിരിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. മലായിക്കത്തിൻ്റെ പ്രാർത്ഥന ലഭിക്കുന്ന മഹനീയമായ സന്ദർഭത്തിലും സാഹചര്യത്തിലുമാണ് നമ്മളുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകളുടെ പ്രാർത്ഥന, അള്ളാഹുവോടുള്ള പ്രാർത്ഥന, നമ്മൾക്ക് വേണ്ടി, നമ്മുടെ പ്രശ്നങ്ങൾക്കും നമ്മുടെ പ്രയാസങ്ങൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും വേണ്ടി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സന്ദർഭങ്ങളിലൂടെയാണ്, സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിനാൽ ഇത്തരം സദസ്സുകളുടെ ഭാഗമായി സദസ്സിൽ തന്നെ വന്നിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ മഹനീയമായ സന്ദേശം, ഇസ്ലാം, പ്രവാചകന്മാരായ 1.25 ലക്ഷം അംബിയാ മുർസലുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹനീയമായ സന്ദേശമായ ഇസ്ലാം, അതിൻ്റെ അടിസ്ഥാനപരമായ ആധാരശില നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഏകദൈവ വിശ്വാസമാണ്. നമ്മുടെ ബഹുമാന്യനായ MLA സ്ഥലത്തെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് പ്രത്യേകമായ സ്വാഗതം. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ബൗദ്ധനെയും ജൂതനെയും ജൈനനെയും ഈശ്വരവിശ്വാസിയും നിരീശ്വരവാദിയും എല്ലാം പടച്ച സൃഷ്ടാവ്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം അവൻ്റേതാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ അവൻ്റെ വായുവും അവൻ്റെ വെള്ളവും അവൻ്റെ ഭക്ഷണവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന നമുക്ക് മരണാനന്തരം ഒരു ജീവിതം, സ്വർഗവും നരകവും അള്ളാഹു നിശ്ചയിച്ചു. ഇവിടെ സ്വസ്ഥമായി സമാധാനപരമായി ശാന്തമായി ജീവിക്കുവാനുള്ള ഏർപ്പാടുകൾ അവൻ ചെയ്തു വെച്ചു. എങ്ങനെ വഴി നടക്കണം, എങ്ങനെ നീങ്ങണം, എങ്ങനെ ജീവിക്കണം, ആരാധനകളും അനുഷ്ഠാനങ്ങളും സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും എങ്ങനെയാകണം, അതിന് വ്യക്തമായ വഴി പ്രവാചകന്മാരിലൂടെ തന്നെ പടച്ചവൻ കാണിച്ചു തന്നു. ഈ ലോകത്ത് ഒരുപാട് മതങ്ങളും ഉപമതങ്ങളും വർഗങ്ങളും വിഭാഗങ്ങളും ജാതികളും നിലനിൽക്കുന്നു.